തൊട്ട് എന്റെ ഫേസ്ബുക്ക് എനിക്ക് ആക്സസ് കിട്ടുന്നില്ല. തള്ളിന്റെ ഒന്നും കാര്യമില്ല. കാര്യം പറഞ്ഞു അതെങ്കിൽ SIT പറഞ്ഞ് ഫേസ്ബുക്ക് വിലക്കിയെന്നാണോ മനസ്സിലാക്കുന്നത്? എന്റെ ഫേസ്ബുക്ക് ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്, പക്ഷെ എനിക്ക് ആക്സസ് ഇല്ല. കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു. എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ. ഞങ്ങൾ കണക്കെടുക്കാൻ പറ്റിയ സമയോ ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. എത്ര രൂപ ചോദിച്ചിട്ടുണ്ടോ? 25,000 ഞാൻ ചോദിച്ചു. എന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ടു. സോറി ട്ടോ, ഞാൻ ടൈറ്റ് ആണ്. ഇത്ര അമ്മയുടെ ആങ്ങളുടെ മോന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എടാ എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു. വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. നിങ്ങൾ പൊതുജനം എന്താണോ സത്യം നിങ്ങൾ അറിയണം. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം. നീ എന്താണ് എന്റെ പെങ്ങളെ നീ ചെയ്ത്? അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ അതല്ല. നല്ല ചീത്ത പറഞ്ഞു. നീ മാത്രം അങ്ങനെ രക്ഷപ്പെട്ട നീ രക്ഷപ്പെട്ട നീ പഴിപ്പിച്ച പെണ്ണു വഴിയാതനോ. ഇറ്റ് ഈസ് ചീറ്റിംഗ് ആൻഡ് ക്ലീൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇയാൾ എന്തോന്ന് പറയണേ? അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. പേരന്റ് എന്നെ വിളിച്ചപ്പോ പിന്നെ എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയി. അത് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. 2013 25,000 രൂപ ചോദിച്ചു. 2022 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല്. ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം. അല്ല 1 ലക്ഷം രൂപ വേണം എന്ന് ആവശ്യപ്പെട്ട് മെസ്സേജ് ആയിട്ട് അയച്ചു. അത് പിന്നീട് മിനു കണ്ടു. മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല. ചാവറ്റ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നെല്ലാം കാണാൻ ഞാൻ ഞെട്ടിപ്പോയി. താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? സംഭവം നടക്കുമ്പോ താൻ എവിടെ ആയിരുന്നു? മിനുവിന്റെ അക്കൗണ്ട് നമ്പർ കസിൻ അറിയാമായിരുന്നോ? അറിയാം. പിന്നെ അങ്ങനെ കസിൻ ചെയ്തൊരു ചെയ്ത്താണ്. അതാണ് ശരിക്കും ഇപ്പൊ പാരയായതല്ലേ മിനു? പാരയല്ല, അത് അനുഗ്രഹമായി. ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. നീ ചെയ്തതൊക്കെ എന്നിട്ട് നീ വലിയ ഇതായിട്ടിരിക്കുന്നതാണ്, നീ വലിയ മാനിനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അതും പേടിച്ചിരിക്കുവായിരുന്നു മുകേഷ്. എന്തോ എങ്ങനെ ഇത് രണ്ടും ബ്ലാക്ക് മെയിലിംഗിന്റെ ഡെഫിനിഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു. ഒരിക്കലും ഇല്ല. ഈ പീഡനം നടന്നതിന് ശേഷം സംസാരിച്ചത് മോളുടെ ഫീസിന്റെ കാര്യം മാത്രം. അല്ല വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ടായിരുന്നു. വേറെ ഞാൻ സംസാരിച്ചിട്ടില്ല. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. വാട്സ്ആപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരു സ്മൈലി, ചുംബനത്തിന്റെ ഒരു സ്മൈലി അതൊന്നും അയച്ചിട്ടില്ല. ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം. ഈ മോൾക്ക് വേണമെങ്കിൽ മിനു എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. 25,000 രൂപ ആദ്യം ചോദിച്ചു, പിന്നീട് 1 ലക്ഷം രൂപ കസിൻ ചോദിച്ചു. 1 രൂപയും തന്നിട്ടില്ല. 5 പൈസയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ഞാനിതിലെ അത് വിശ്വസിക്കണ്ടേ? ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ട് കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി. തിരിച്ചൊരു ചോദ്യം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. ആരും കാണാതെ കാരണം കുറ്റിക്ക് 2 ചളക്ക് വിട്ടോ. 25,000 രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഒരു പക്ഷേ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലൊന്നും മുന്നിൽ മുതിരില്ലായിരുന്നു അല്ലേ? ഞാൻ ചോദിച്ചത് സഹായമാണ്. പിടിച്ച എല്ലാത്തിനും വണ്ടി കേട്ടോ. മര്യാദയ്ക്ക് വെച്ച് സത്യം പറയൂല.